കോതമംഗലത്ത് മുനിസിപ്പൽ കൗൺസിലറും CPM നേതാവുമായിരുന്ന KV തോമസിന്റെ പേരിൽ മറ്റൊരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഇരയാക്കപ്പെട്ട പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ആദ്യ കേസിലെ ഇരയായ പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവാണ് രണ്ടാമത്തെ കേസിലെ ഇര. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇരുവരും അതിക്രമം നേരിട്ടത്. ആദ്യത്തെ കേസിൽ KV തോമസ് റിമാൻഡിലാണ്. വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രയിൽ കാറിൽ ഒപ്പമുണ്ടായിരുന്ന 2 പെൺകുട്ടികൾക്ക് നേരെയും KV തോമസ് ലൈംഗികാതിക്രമം നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുട്ടികളുടെ അടുത്ത ബന്ധുവായ മറ്റൊരു സ്ത്രീയും കാറിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുമ്പോഴാണ് രണ്ടാമത്തെ പെൺകുട്ടിയും KV തോമസിനെതിരെ മൊഴി നൽകിയത്. ചൈൽഡ് ലൈൻ വഴി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതും പോക്സോ കേസ് തന്നെയാണ്. സംഭവം നടന്നത് മറ്റൊരു സ്റ്റേഷന്റെ അതിർത്തിയിലായതിനാൽ കേസ് അവിടേക്ക് കൈമാറും. രണ്ടാമത്തെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടെ KV തോമസ് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കൂടുതൽ വൈകുമെന്ന് ഉറപ്പാണ്. KV തോമസിനെതിരായ കേസുകളുടെ എണ്ണം കൂടുന്നത് CPM-നും നാണക്കേടായി മാറിയിരിക്കുകയാണ്. ബന്ധുവായ യുവതിയെ പീഡിപ്പിച്ചുവെന്ന കേസുണ്ടായിട്ടും KV തോമസിനെ കൈവിടാതെ ഒപ്പം നിർത്തിയതാണ് പാർട്ടിക്കും തിരിച്ചടിയായി മാറിയതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കേസുണ്ടായ ശേഷം നടന്ന പാർട്ടി സമ്മേളനത്തിലാണ് തോമസിനെ ലോക്കൽ കമ്മിറ്റി അംഗമാക്കിയത്. ഇപ്പോൾ KV തോമസിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞാണ് CPM നേതൃത്വം പ്രതിരോധം തീർക്കുന്നത്. കേസുണ്ടായി ഉടൻ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്തതാണ് CPM-നുള്ള ഏക ആശ്വാസം. GTV ന്യൂസ്, കോതമംഗലം.